നമ്മൾ അടുത്തതായി പോകുന്നത് കല്ലാറ്റുപാറയിലേക്കാണ്. അവിടെ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് വഴിയൊന്നും കറക്റ്റ് അറിയില്ല. എന്നാലും ഞങ്ങൾ പോയി നോക്കുകയാണ്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഗമണ്ണിൽ നിന്നും 16 കിലോമീറ്റർ അകലെ ഉപ്പുതറ റൂട്ടിലാണ് അല്ലേ? എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പത്ത് ചോദിച്ചു പോകാൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് സാധനം. ഗൂഗിൾ മാപ്പിലുണ്ട്, മാപ്പിലപ്പിയാലും മതി. പക്ഷെ അത് ഇടയ്ക്ക് വഴി തെറ്റിക്കുമെന്ന് തോന്നുന്നില്ല. ചെറിയ വഴിയിലൊക്കെ ചെറിയ വഴികൾക്കുള്ള വഴിയൊക്കെ അതുവഴി ഇത് വഴി എന്നൊക്കെ പറയാം. എന്നാൽ നമ്മൾ ആരെങ്കിലും ആ വഴി ആൾക്കാർ തീരെ കുറവാണ്. എന്നാലും എവിടെയെങ്കിലും കാണാം. വല്ല സംശയം തോന്നുവാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് പോകുന്നതായിരിക്കും നല്ലത്. റോഡിന് ഭയങ്കര വീതി കുറവാണ്, എഡ്ജുള്ള റോഡായുണ്ട്, കോൺക്രീറ്റ് റോഡാണ്. റോഡൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല റോഡൊക്കെ, വീതി കുറവാണ്. കാറും കൊണ്ടൊക്കെ വരാം. കാറൊക്കെ കിടപ്പുണ്ട്, കാറൊക്കെ കിടപ്പുണ്ട് ഇവിടെ. പിന്നെ കാറിലായാലും കുഴപ്പമില്ല. ശാന്തമായ ഒരു സ്ഥലമാണ്, നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ശരിക്കും ആൽക്കഹോൾ സെറ്റപ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാം അല്ലേ? ടൗണിൽ നിന്നൊക്കെ ഒരുപാട് അതെ, ആ ശബ്ദ കോലാഹലയിൽ നിന്നൊക്കെ മാറി ഒരു സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നത്. നല്ലൊരു യാത്രയാണ്. കല്ലാറ്റുപാറയിലേക്കുള്ള ഒരു റൂട്ടെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു റൂട്ട് തന്നെയാണ്. നമ്മൾ കാട്ടിലുള്ള കാട് തന്നെ, കാടിന് നടുവിലൂടെ ഒരു യാത്ര. എന്തായാലും നല്ലൊരു രസമുള്ള യാത്രയായിരുന്നു. അതെ അതെ, മഴയുള്ളോണ്ടാ അത്ര ഒരു മഴ സമയം കൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഇരുണ്ട്. ചിലപ്പോൾ മഴ നല്ലതുമാണ്, ചിലപ്പോൾ മഴ പണിയും തരും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതുപോലുള്ള യാത്രയിൽ ചെറിയൊരു മഴയൊക്കെ ഉള്ളത് വളരെ നല്ലത് തന്നെയാണ്. വഴി തെറ്റിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചെറിയൊരു ജീപ്പാനെ ഡിറ്റോ മതിയായിരുന്നു, ചോദിക്കാൻ പറ്റിയില്ല. തന്നെ നമ്മള് വേറെ ജീപ്പും വേറെ വണ്ടിക്കാര് നമ്മൾ കണ്ടല്ലോ അവിടെ നിൽക്കുന്നത്. അതെ അതെ, അവിടെ ചോദിക്കണമായിരുന്നു. പിന്നെ ഈ ഒരു നല്ല വഴി ഇടം കയറി പോരുന്നോ നോക്കാം. അങ്ങനെ നമ്മള് അവസാനം നമ്മളെ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഇത്രയും നേരം നമ്മൾ വഴി തെറ്റിയോ എന്നുള്ള ചെറിയൊരു സംശയത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കല്ലാറ്റുപാറ വാട്ടർഫാൾസിലെത്തി. ഇവിടെ ഇങ്ങോട്ടിറക്കാൻ പാടാ അല്ലേ? ഇറങ്ങുന്ന ഭാഗം ചില ടൈറ്റ്, കാർ ഇറങ്ങാൻ പാടത്തുന്നു. കുഴിയുണ്ട്, ഇച്ചിരി ചള്ളയൊക്കെ പോലെ. കുഴപ്പമൊന്നുമില്ല, അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ആരുമില്ല. ഞങ്ങളെ ക്യാമറാമാര് വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കാൻ പോയതാണ്. കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ എന്നാലും ഇറങ്ങുന്നതിന് മുമ്പ് ആ കടയിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ അവിടെ കൈ കാണിച്ച് കുഴപ്പമൊന്നുമില്ല പോരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒരു സംശയം, നമ്മുടെ വണ്ടിയല്ലേ, നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇറക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വേറൊരു ജീപ്പും ഒക്കെ വന്നു. പിന്നെ നമ്മൾ ധൈര്യമായിട്ട് അങ്ങ് ഇറക്കി. പക്ഷെ നല്ല ഫാമിലിയായിട്ടൊക്കെ വേണം, പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അല്ലേ, ഒന്ന് കുറച്ചു നേരം അവിടെ കളിക്കാനൊക്കെ അത്ര ഒരു ഒഴുക്കൊന്നുമില്ല ഇപ്പോൾ. ഒഴുക്കൊന്നുമില്ല ചിലടത്താണെങ്കിലും അല്ല, അങ്ങനെ കുഴി അങ്ങനെ ഒന്നുമില്ല അല്ലേ, നമ്മളാ നടന്നതാണ്. നോക്കിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിള്ളേർക്ക് വന്നാലും കുറച്ചു കാര്യമൊന്നുമില്ല. നമ്മള് പിന്നെ അടുപ്പിച്ചുള്ള മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു വഴുക്കൽ എന്തായാലും ഉണ്ടാവുമല്ലോ, ഇപ്പൊ എവിടെ ആണെങ്കിൽ പോലും. അപ്പൊ അതനുസരിച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് നമ്മളെ ശ്രദ്ധിക്കുക, അല്ലാത്തുള്ളൂ. അവിടെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല, പറഞ്ഞു തരാനും ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് പോവുക. പിന്നെ മഴയുള്ള സമയത്ത്, അടുപ്പിച്ചുള്ള മഴ സമയത്ത് നല്ല രീതിയിലുള്ള വെള്ളം. സാറിന് മഴ തുടങ്ങിയപ്പോ പോയതാണ് ഞങ്ങള്. പോയതെന്ന് വെച്ചാൽ മഴയുടെ ഒരു തുടക്കമാണ്. എന്നിട്ട് ഇത്ര വെള്ളമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മഴയില്ലെങ്കിൽ വെള്ളം കാണത്തില്ല അല്ലേ? തോന്നുന്നു വെള്ളം കാണത്തില്ലായിരിക്കും. അങ്ങനെ ഒരു കാര്യം ഇത്രയും മഴ നമ്മൾ തുടക്കത്തിൽ വന്നപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴയിൽ വെള്ളമേ കാണാൻ സാധ്യത കുറവാണ്. അങ്ങോട്ടപ്പം പോകാതിരിക്കുകയാണ് നല്ലതെന്ന് അല്ലേ? വേനൽക്കാലത്തൊന്നും കാണത്തില്ല വെള്ളം. അവിടെ ഞങ്ങൾ കുറച്ചു നേരം സമയമൊക്കെ എൻജോയ് ചെയ്ത് വീണ്ടും മഴ തുടങ്ങ. മഴ ഇങ്ങനെ മഴയോട് മഴ തന്നെയായിരുന്നു അന്നത്തെ ദിവസം മൊത്തത്തില്. വെള്ളം കണ്ടതിന്റെ സന്തോഷം ഞങ്ങൾ കുറെ നേരം അതിനകത്ത് മണ്ടയ്ക്ക് ഈ മണ്ടയ്ക്ക് കയറാൻ പറ്റും. പക്ഷെ കയറാൻ പറ്റും അവിടെ. പക്ഷെ വേറെ കൂട്ടർ വന്നപ്പോ കുറച്ച് പേര് മണ്ടയ്ക്ക് കയറി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതായിരുന്നു. കേറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങാൻ നേരത്തെ പുള്ളി ഇച്ചിരി പാടുപെട്ടാ ഇറങ്ങിയത്. കാരണം തെന്നി വീഴുവെന്ന് കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം, തെന്നു വന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. കാരണം മഴക്കോള് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. അത് കുറേ സമയങ്ങളൊക്കെ നിൽക്കാൻ നമ്മുടെ മനസ്സങ്ങ് അവിടെ കുറച്ചുകൂടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നല്ല രസമാണ്
ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇതേപോലെയുള്ള വെള്ളച്ചാട്ടമോ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒന്നും ഒരു ഏരിയല്ല. അപ്പം നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ കാണുമ്പോൾ കുറേ സമയം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര മോഹം തോന്നും. വേറൊരു വണ്ടി വന്നു, അത് ഞങ്ങൾ സൈഡ് കൊടുത്ത് അതിനിടാനുള്ള സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇറങ്ങി പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു വട്ടം കൂടെ ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി തന്ന വണ്ടി. അപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ച് നേരം കൂടെ വെള്ളത്തിലൊക്കെ നിന്ന് നനഞ്ഞ് നടന്ന് നടന്നു നോക്കി പറഞ്ഞിട്ട് നോക്കണമല്ലോ അല്ലേ. അതെ അതെ എല്ലാം നമ്മളെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ നമുക്ക് മറ്റുള്ളവരോട് അതൊന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, ധൈര്യത്തോടെ. പക്ഷേ നല്ലതാണ് ഫാമിലും കുട്ടികളൊക്കെ വന്ന് അവിടെ നല്ല സ്ഥലമാണ്. വന്ന് കുറേ സമയം നിന്ന് കളിച്ച് അധികം ആളും ബഹളം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം അവിടെ ഏറെ നമുക്ക് എത്ര നേരം വേണ്ടി ഇരിക്കും. ആരും ഞങ്ങൾ ഇത്ര നേരം ആയില്ലേ അങ്ങനൊന്നും ചോദിക്കത്തൊന്നുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും അവിടെ ആരും ചോദിക്കാനൊന്നുമില്ല. തിരിച്ചു പോയി ഇറങ്ങുമ്പോഴും മഴ തന്നെ ആയിരുന്നു. അങ്ങനെ ആ വഴി തന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ഇറങ്ങിയതാണ്. ഇത്രയും പെട്ടെന്ന് ഇനി വീട്ടിലെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇനി ഞങ്ങളുടെ പോക്ക്. നമ്മൾ രാവിലെ തൊട്ടേ ഇങ്ങനെ മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇപ്പം നമുക്ക് വിട്ടാലേ രാവിലെ വീട്ടിലെത്തുള്ളൂ. അതെ, അതുകൊണ്ട് എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകാം. കുറച്ച് സമയങ്ങളൊക്കെ എനിക്കൊന്ന് നിൽക്കണം നല്ലതുണ്ട്. ഇഷ്ടപ്പെട്ടു പോകും, രസമാണ്, നല്ല അടിപൊളിയല്ലേ, പ്രത്യേക വൈബല്ലേ. അതെ, നല്ല രസമാണ്. നമ്മൾ എത്ര നേരം നിന്നാൽ നമുക്ക് മടുപ്പ് വരും. കാരണം വെള്ളത്തിൽ കളിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പോവുകയാണ്. നമ്മളിനി തിരിച്ചിറങ്ങി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ്റും മഴയും കോടയും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആക്കി വരുന്നവർക്കും